നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം ജി പറഞ്ഞ ഒരു പ്രശസ്തമായ വാചകമുണ്ട്, ലവ് യുവർ ജോബ്, ഡോണ്ട് ലവ് യുവർ കമ്പനി. വളരെയധികം ഉൾക്കാഴ്ചയുള്ള, വളരെയധികം ചിന്തനീയമാക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ. കാരണം നമ്മൾ ജോലിയെ സ്നേഹിക്കണം. ജോലിയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ആ ജോലിയാണ് നമുക്ക് ഉയർച്ച തരുന്നത്. നമുക്ക് ജോലിയെ എത്രത്തോളം നമ്മൾ സ്നേഹിക്കുന്നുവോ അത്രത്തോളം ആ ജോലി നമുക്ക് ആസ്വാദ്യകരമാവും. നമ്മൾ പലപ്പോഴും ജോലി ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? വേറെ ഒരു വഴിയില്ല, ജീവിക്കാൻ വേറെ ഒരു മാർഗമില്ല, ഇത് ചെയ്തേ പറ്റൂ, അതിനുവേണ്ടി പോവുക, ദിവസം കഷ്ടപ്പാട് തന്നെ. വന്നാൽ പറയാനുള്ളത് കഷ്ടപ്പാട്. ആകെ പ്രശ്നം. കുടുംബത്തിൽ ജോലിക്ക് പോയില്ലെങ്കിൽ പ്രശ്നമാണ്. കാരണം കുടുംബത്തിനെ നോക്കണ്ടേ. അങ്ങനെ നമ്മൾ പ്രാഗി ദിവസേന നമ്മുടെ ജോലിക്ക് പോകും. നമുക്ക് ആ ജോലിയോട് ഒരു സ്നേഹവുമില്ല, ഒരു ആത്മാർത്ഥതയില്ല, ഒന്നുമില്ല. അതേസമയം നമ്മൾ ജോലി ഒന്ന് സ്നേഹിച്ച് നോക്കുക. ആ ജോലി ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യും. ഇപ്പോൾ പലരും സ്വയം തൊഴിൽ ചെയ്യുന്നു. ഇപ്പോൾ ഞാനൊരു സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരാളാണ്. അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ. ഒരു ജോലിക്ക് പോകുന്നതിൻ്റെ 100 ഇരട്ടി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ആ തൊഴിൽ ഇഷ്ടമാണ്, അത് എൻ്റെ തൊഴിലാണ്. അതിലെന്ത് പ്രതിസന്ധിയും പ്രശ്നങ്ങളും വരുമ്പോഴൊക്കെ ഞാൻ പിന്നെ അത് തരണം ചെയ്യുന്നു. ഞാൻ പോസിറ്റീവായിട്ട് നടക്കണം. എനിക്കതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നേ ഇല്ല, എന്നെ താഴ്ത്തുന്നില്ല. ഞാൻ വീണ്ടും തളരാതെ മുന്നോട്ട് പോവുകയാണ്. ഇതേപോലെ ആയിരിക്കണം നമ്മൾ ജോലിയെ കാണേണ്ടത്. നമ്മൾ ജോലിയെ അങ്ങോട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്നും ഒരു പ്രശ്നമായിട്ടേ വരില്ല. എങ്ങനെ ഒരു പ്രശ്നമായിട്ട് വരിക? ഒരിക്കലും അതൊരു പ്രശ്നമായിട്ട് വരില്ല. ആ ജോലിയിൽ നമുക്ക് ഉയർച്ചയുള്ളൂ. കാരണം നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ആ ജോലിയെ ഇഷ്ടപ്പെടുക. കമ്പനിയെ ഇഷ്ടപ്പെടേണ്ട. കമ്പനിക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. അവിടെ യഥാർത്ഥത്തിൽ ഈ പ്രൊഫഷണൽ ജീവിതം ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടെ നമ്മളൊരു ലിമിറ്റ് വെക്കണം എല്ലാവരോടും. കാരണം ആ സ്ഥാനത്തിരിക്കുമ്പോഴാണ് അവരൊക്കെ നമ്മളോട് ഇത്രയൊക്കെ അടുപ്പവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അത് കഴിഞ്ഞാലൊക്കെ കാര്യം കണക്ക് തന്നെ കേട്ടോ. നമ്മൾ വിചാരിക്കും ഇവരെല്ലാവരും നമുക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് എന്ന്. ഒരു കാര്യമില്ല. ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുമ്പോൾ എന്തൊരു റെസ്പെക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. പുറകെ സാർ എന്ന് പറഞ്ഞിട്ട് നടക്കും. ഏതൊരു ഹയർ ഓഫീഷ്യലും അത് കഴിഞ്ഞ് കഴിഞ്ഞാലോ ഒരു വിലയുണ്ടാവില്ല. ഇതുപോലെയാണ് ആ കമ്പനികളെയൊന്നും നമ്മൾ സ്നേഹിക്കേണ്ട, നമ്മുടെ ജോലിയെ സ്നേഹിക്കുക. അപ്പം എന്നും അങ്ങനെ ആവട്ടെ. നമ്മുടെ ജോലി വളരെ ആസ്വാദ്യകരമാവും, വളരെ നന്നാവും, നമുക്ക് നല്ല ഉയർച്ചയുണ്ടാവും. ജോലിയെ സ്നേഹിക്കൂ, അത് ധാരാളം, അത് മതി നമുക്ക്.